പുതിയ പ്രശ്നങ്ങൾ പുതിയ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാൻ ജൻസി വിഭാഗത്തിന് കഴിയുമെന്ന് ഏറ്റുമാനൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ആതിര ഡി നായർ. സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമെന്നും മികച്ച അവസരമാണ് 2020 നൽകിയതെന്നും ആതിര മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഏറ്റുമാനൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ആതിര ഡി നായരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വീണ നായർ പറഞ്ഞു വെച്ചിരുന്ന സീറ്റാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ അപ്രതീക്ഷിതമായി അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണ് അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിത്വം. എങ്ങനെ കാണുന്നു? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗ്യമായിട്ടും ഒരു നല്ലൊരു അവസരമായിട്ടുമാണ് ഞാൻ കാണുന്നത്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്. നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അതായത് ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ നന്നാവില്ലേ, നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാം എന്നുള്ള ചിന്തകളുണ്ടല്ലോ. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് 2020 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. കാരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു കിഴക്കമ്പലം മോഡൽ നമ്മൾ ഏറ്റുമാനൂരും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ വികസനം മുന്നിൽ കണ്ടാണോ ഈ 2020 ഭാഗമാണ് തീരുമാനിച്ചത്? എങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ? എന്ത് ചെയ്യുന്ന ആളാണ്? എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരാൻ ഇടയായതെന്ന്? ഓക്കെ, ഞാൻ ബേസിക്കലി അധ്യാപികയായിരുന്നു. ഞാനൊരു സംരംഭം തുടങ്ങി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് അധ്യാപനം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഒരു പശ്ചാത്തലം ഉള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ രാഷ്ട്രീയം എന്നത് നമ്മൾ പഠിച്ചും കണ്ടും പഠിച്ചും അറിയുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നു എന്നതിലപ്പുറത്തേക്ക് എന്താണ് ആൾക്കാർക്ക് വേണ്ടത്, ഈ പ്രോബ്ലംസ് ഉണ്ടാവാതെ നോക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ ആണ് ഞാൻ ഈ ഒരു അവസരത്തെ കാണുന്നത്. ചെറുപ്പക്കാരിയാണ്, 25 വയസ്സ് മാത്രമാണ് പ്രായം. ഏറ്റുമാനൂരിന്റെ ജനപ്രതിനിധിയായി വരികയാണെങ്കിൽ എന്ത് ഏറ്റുമാനൂരുകാർക്ക് നൽകാൻ സാധിക്കുമെന്നാണ് ഉറപ്പാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പങ്കുവെക്കുവാൻ കഴിയുന്നത്? ഇപ്പോൾ 25 വയസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയാണ്, ശരിയാണ്, ഞാനൊരു 2000 കിഡാണ്. അതായത് ഒരു ജെൻസി സ്ഥാനാർത്ഥി എന്ന് തന്നെ എന്നെ വിളിച്ചോളൂ. എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ജെൻസി കുട്ടികൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കാനും നല്ല നല്ല സൊല്യൂഷൻസ് കൊടുക്കാനും പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മളൊരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, മോഡേൺ പ്രോബ്ലംസ് റിക്വയർസ് മോഡേൺ സൊല്യൂഷൻസ് എന്നുള്ളത്. അതായത് പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് പുതിയ പുതിയ സൊല്യൂഷനാണ് വേണ്ടത്. മുമ്പിലത്തെ കാര്യം തന്നെ നമ്മൾ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പം അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ എന്ത് ഏറ്റുമാനൂരിന് വേണ്ടി ചെയ്യുമെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നത്, അതായത് പഠിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുക. എന്താണ് ഏറ്റുമാനൂരിന്റെ പ്രശ്നം എന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഏറ്റുമാനൂരുകാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് മറ്റാരെക്കാളും എന്നെനിക്ക് വിശ്വാസമുണ്ട്. കാരണം 25 വർഷം ഞാൻ ഏറ്റുമാനൂരിലെ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പറ്റുക. ഓക്കെ, എന്തായാലും വിജയാശംസകൾ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, ജെൻസി പ്രതിനിധിയാണ് ആതിര ഡി നായർ. അപ്രതീക്ഷിതമായി വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിത്വത്തെ വലിയ ഉത്തരവാദിത്തത്തോട് കാണുന്നുവെന്നാണ് അവർ പറയുന്നത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ആതിര ഡി നായർ ഇറങ്ങുന്നത്. ഏറ്റുമാനൂരിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.